നിങ്ങളെല്ലാവരും തൂവാല ഉണ്ടാക്കാൻ പഠിച്ചു. തൂവാലയ്ക്ക് വ്യത്യസ്തമായ ഡിസൈൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിനി അടുത്തായിട്ട് നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് തലയണയ്ക്ക് ഒരു കവർ. നമുക്ക് പ്ലെയിൻ തുണി എടുത്ത ഒരു തലയണയുടെ കവർ അടിച്ചാൽ അതിനകത്ത് നമുക്കിഷ്ടമുള്ളതായ, അതായത് മറ്റാരുടെയും പ്രിൻ്റ് വേണ്ട, നമുക്കിഷ്ടമുള്ളതായ ഒരു പ്രിൻ്റ് കൊടുത്ത് നമ്മുടെ തലയണയ്ക്ക് കവർ ഉണ്ടാക്കാം. അപ്പോൾ തന്നെ ഈ തലയണയ്ക്ക് കവർ ഉണ്ടാക്കുന്ന അതേ ഡിസൈൻ നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റിനുമുണ്ട്. ആ രീതി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള തലയണ കവറാണ്. ഇതിനകത്ത് നമുക്ക് ഭംഗിയുള്ള ഒരു ഡിസൈൻ വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ എവിടെയും ഏത് സമയത്തും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇനി അതുപോലെ തന്നെ ഈ തുണിയൊന്നും ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് A4 പേപ്പർ, വെള്ള പേപ്പർ എടുത്തിട്ട് വെള്ള പേപ്പറുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയുള്ളതായ ഡിസൈനുകൾ വെട്ടി നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രിൻ്റുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അതൊരു ശേഖരണമായിട്ട്, നിങ്ങളുടെ ഒരു പതിപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതുപോലുള്ള A4 പേപ്പർ, അതിന് ബോർഡർ ഇടാം, നല്ല പൂക്കൾ വെട്ടി ഉണ്ടാക്കാം, കിളികളോ എന്താണ് നിങ്ങളുടെ മനസ്സിലപ്പോൾ ഏതാണ് രൂപം ഉണ്ടാകുന്ന ആ രൂപത്തിനനുസരിച്ച് നമുക്ക് ഈ പച്ചക്കറികളിൽ നിന്ന് രൂപങ്ങൾ വെട്ടി ഉണ്ടാക്കി മോൾഡാക്കി ഇതേപോലെ വളരെ കുറച്ച് പെയിൻറ്റുകൾ, പക്ഷേ വളരെ ദീർഘകാലം ഈ പെയിൻറ്റിങ് നിലനിൽക്കും. കഴുകിയാലൊന്നും പോകില്ല. ഒരു കുറച്ച് സമയം നമ്മളൊന്ന് ഉണക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ യാതൊരു തരത്തിലും പോകുന്നില്ല, അത് നന്നായിരിക്കും. അങ്ങനെ ഇങ്ങനെ കുറേ പേപ്പറുകൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പേപ്പറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ പ്രിൻ്റുകൾ ഉണ്ടാക്കി നമുക്കിതിനെ ഒരു പതിപ്പാക്കിയാൽ നിങ്ങളുടെ സ്വന്തം പതിപ്പായിട്ടിത് മാറും. അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ട് എന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഇത് ഒരു തലവണ കവറിനെ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെയും ബോർഡർ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി. ഇതിനാണെങ്കിൽ നമുക്ക് ബോർഡർ വേണമെങ്കിൽ തയ്ച്ച് വെക്കാം, അല്ലെങ്കിൽ തേച്ച് മടക്കാം. അങ്ങനെ ചെയ്ത് ഇതിൻ്റെ നടുഭാഗത്ത് തേച്ച് മടക്കി വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. ഒരു കാര്യം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതിനകത്ത് സൂക്ഷ്മത വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ വൃത്തി എടുത്തു അവിടെ ഒഴിച്ച് ഇവിടെ ഒഴിച്ച് കളയാതെ വളരെ സൂക്ഷ്മമായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നതിലാണ് എങ്ങും ഇത് സ്പ്രെഡ് ചെയ്ത് പോകാതെ സൂക്ഷ്മമായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടാകുന്നത്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ബോർഡർ ചെയ്യാം. ബോർഡർ ചെയ്യുന്നതിനോട് ഞാൻ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നി. നമുക്ക് എപ്പോഴും വില കൊടുക്കാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പപ്പായ. ഈ പപ്പായയുടെ ചുവട് വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ നമുക്ക് വെട്ടിയെടുത്ത് എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി മതി. അതുകൊണ്ട് ഞാനിതിൻ്റെ പകുതി മാറ്റുകയാണ്. പകുതി മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ ഇതുണ്ടോ, ഇതിനകത്ത് തന്നെ നോക്കിയാൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. ഈ ഡിസൈനെ നമുക്ക് ഒന്ന് പ്രയോജനപ്പെടുത്താം. ഇതൊക്കെ സിമ്പിളായ കാര്യമാണ്. നിങ്ങൾക്ക് കലാപരമായ കഴിവുകളുള്ളവർക്ക് ഇതിനകത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ടീച്ചർ ഇത് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇതിന് വരുമ്പോൾ കുറച്ച് പെയിൻറ്റ് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നഷ്ടം വരാതിരിക്കും. ഈ ചെറിയ പ്രിൻ്റുകളാണെങ്കിൽ നമ്മൾ ആ പ്ലേറ്റിൽ ഒരല്പം സ്പോഞ്ച് എടുത്ത് വെച്ചിട്ട് സ്പോഞ്ചിലേക്ക് ഒഴിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അല്പം പോലും പെയിൻറ്റ് നമുക്ക് നഷ്ടപ്പെടത്തില്ല. ഇതിപ്പം കൂടുതൽ പെയിൻറ്റ് വേണ്ടി വരുന്നത് കൊണ്ട് നമുക്ക് നഷ്ടം ഒഴിവാക്കുന്നതിനായി
ഇങ്ങനെ പെയിൻറ്റ് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു എന്താ പറയുക, വരും പൂവാല ഉണ്ടാക്കാൻ പഠിച്ചു, അതിലെല്ലാം ഭംഗി പഠിപ്പിക്കാൻ പഠിച്ചു. ഇനി അടുത്തായിട്ട് നമുക്കൊരു നമ്മുടെ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് തലയണ. തലയണയുടെ ഒരു കവറ് ഭംഗിയാക്കുന്ന, ഇതൊരു പ്ലെയിനായിട്ടുള്ള ഒരു തലയണ കവറാണ്. അതിലെങ്ങനെ നമുക്ക് അതിന് ഭംഗിയാക്കാവുന്നതാണ്. അതിനെ ഞാൻ ഉപയോഗിക്കാൻ വിചാരിക്കുന്നത്, ഇത് ഓമയ്ക്കയുടെ ചുവടിൻ്റെ ഭാഗം രണ്ടായിട്ട് മുറിച്ചതാണ്. അതിൽ നിന്ന് ഒരു ചെറിയ ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ചെയ്തതുപോലെ തന്നെയോ വ്യത്യസ്തമായ രീതിയിലോ ഒക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സൂക്ഷ്മത ആവശ്യമുണ്ട്, അതുപോലെ തന്നെ വൃത്തി ആവശ്യമുണ്ട്. ഈ പെയിൻ്റ് അടിച്ചോ അവിടെ ഇവിടെയും അതായത് പിടിക്കാതെ വളരെ വൃത്തിയായിട്ട് ചെയ്യുക. അതായത് ആ രണ്ട് പ്രത്യേക ഗുണങ്ങൾ നമ്മൾക്ക് ഇതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒന്ന്, നമുക്ക് വളരെ സൂക്ഷ്മത, തട്ടിത്തൂങ്ങി കളയാതെയും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും. ഈ രണ്ട് കാര്യത്തിലും നമുക്ക് വളരെ ശ്രദ്ധ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ബോർഡർ ആദ്യം ചെയ്യാം. ബോർഡറിന് വേണ്ടി നമുക്ക് പച്ച കളർ കൊടുത്താലോ. ഇത് വലിയ ഡിസൈൻ ആയതുകൊണ്ട് കൂടുതൽ പെയിൻറ്റ് വേണ്ടി വരുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നഷ്ടമില്ലാതെ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ബ്രഷ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഒരു നല്ല പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റിൽ ഒരു കഷ്ണം സ്പോഞ്ച്, കനം കുറഞ്ഞ സ്പോഞ്ച് ഇട്ടിട്ട് അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമുക്കധികം നഷ്ടമില്ലാതെ പെയിൻറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു ഡിസൈൻ വയ്ക്കാം. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു റൗണ്ടിലൊരു ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പൂ വയ്ക്കുന്നതായിട്ട് ചെയ്യാം. അതിനിപ്പോൾ റൗണ്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കോമ്പസ് ഒന്നും ഉപയോഗിച്ച് വരയ്ക്കേണ്ട. അതിന് നിങ്ങൾക്ക് ഞാനൊരു മാർഗം കാണിച്ചു തരാം. ഇതുപോലെ ഒരു പത്രക്കടലാസ് നമ്മൾ അതിനെ രണ്ടായിട്ട് മടക്കി അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ നാലായിട്ട് നമ്മൾ മടക്കിയിട്ട് ഇതിൻ്റെ ഈ മൂലഭാഗത്തു നിന്ന് വീണ്ടും അതിനെ നമ്മളുടെ ഇങ്ങനെ ത്രികോണ രീതിയിലൊക്കെ മടക്കിയിട്ട് കത്രിക ഉപയോഗിച്ചതിൻ്റെ മുകളറ്റം നമ്മളിങ്ങനെ മടക്കിയിരിക്കുന്നതിൻ്റെ മുകൾ വശം നമ്മൾ ഇങ്ങനെ ഒന്ന് വെട്ടിക്കും. നമുക്കൊന്ന് നിവർത്തി നോക്കാം. വേണ്ട, ഒരു വൃത്തത്തിലുള്ള ഒരു ഓക്കെ. ഈ വൃത്തത്തിന് കുറച്ച് വലിപ്പം കൂടിപ്പോകും എന്നിരിക്കട്ടെ. നമ്മളിപ്പോൾ വെച്ചത് ഇത്രയും കൂടിപ്പോകും. നമുക്കൊരു ബോർഡറിനകത്ത് അല്പം കൂടെ അതിനെ കുറയ്ക്കണം. മുമ്പേ ചെയ്തതുപോലെ തന്നെ ആ പേപ്പറിനെ എടുത്തു മുമ്പേ ചെയ്തതിലും ഒരല്പം താഴോട്ട് മാറ്റി ഇത് ചെയ്തതുപോലെ തന്നെ അല്പം താഴോട്ട്, അല്പം കുറച്ച് മതി. നമുക്ക് അല്പം താഴോട്ട് മാറ്റി അതിനകത്ത് നമുക്കൊരു വൃത്തഭാഗം നോക്കും. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ സെൻറ്ററിൽ ഇതിനെ ഇത് നമ്മളിവിടെ ഭദ്രമായി വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം വെട്ടിയതായ ഒരു ഡിസൈൻ നമുക്കുണ്ടല്ലോ, ആ ഡിസൈൻ വീണ്ടും നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം. ഈ ക്യാരറ്റിൽ വെട്ടിയതായ ആ ഡിസൈൻ കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ റൗണ്ടിൽ നമുക്കൊരു ഡിസൈൻ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ പ്ലേറ്റിൽ എടുത്ത് ഉപയോഗിക്കുന്നതാണ്, നമുക്ക് ഒരു സ്പോഞ്ച് വെച്ചിട്ട് പ്ലേറ്റിൽ എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നമുക്ക് സൗകര്യമായ രീതി. ഇപ്പോൾ നമ്മൾ വെട്ടിവെച്ച ആ പേപ്പറിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ വൃത്തത്തിലുള്ള ഒരു ഡിസൈൻ ചെയ്യും. ഇനി നോക്കിക്കേ, നമ്മുടെ ഡിസൈൻ അതിനകത്ത് നോക്കുക എത്ര ഭംഗിയായിട്ട് ആ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൃത്താകൃതിയിൽ നമുക്ക് ഷേപ്പ് കിട്ടണമെങ്കിൽ ആ രീതിയിലുണ്ട്. ഇനി കുറച്ച് ഷേപ്പ് മാറ്റിയാണെങ്കിൽ ഇതുപോലെ പത്രക്കടലാസ് വെട്ടി വെച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം, ഒരു വലിയ ഒരു പൂവ് അല്ലെങ്കിൽ എത്ര പൂക്കൾ വേണം, ഒരു പൂവും ഒരു 2-3 ഇലകളുമായിട്ട് നമുക്കൊരു ഡിസൈൻ വരും. ബോർഡറിന് ചുറ്റുമുള്ള ഇതിനുള്ളിലൊരു വൃത്താകൃതിയിലുള്ള ഒരു ഡിസൈനാണ് ഇത്. നമുക്ക് ഇതിൻ്റെ ഒരു 3 പൂക്കൾ എന്നിട്ട് കുറച്ച് ഇലകളുമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ തീരുമാനിക്കാം. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ്. ഇത് നമുക്ക് സൗകര്യമായ ഒരു ഡിസൈൻ നിർമ്മിക്കുന്നതിനായിട്ട് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യും.
ഭാഗങ്ങൾ അത് കിട്ടുന്നതിന് വേണ്ടിയും അതുപോലെ നമുക്ക് ഡിസൈൻ ഒന്ന് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതങ്ങ് ഒരു പേനയുടെ ക്യാപ്പാണ്. ആ ക്യാപ്പ് ഉപയോഗിച്ച് അതിൻ്റെ നടുഭാഗത്ത് ഞാനങ്ങ് ഈ നടുഭാഗം എനിക്ക് പൂമ്പൊടിയുള്ള ഭാഗമായിട്ട് കിട്ടണം. അതിനുവേണ്ടി ഞാൻ അതിനെയാണ് ഇനിയും നമുക്ക് ഇഷ്ടമുള്ള നിലയിലൊരു ഡിസൈൻ ഇതിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാം. നമുക്ക് സീനിയയുടെ പൂവിൻ്റെ അരി പോലെ ഒരു പൂ നമുക്ക് നോക്കാം. സീനിയയുടെ വലിയ വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് ഒത്തിരി ഭംഗിയായിട്ട് വലിയ പൂക്കൾ വെട്ടുന്നതിനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇതിനെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡ് നേരെ വെട്ടും. അത് കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് കളയാനുള്ളത് നമ്മൾ ആ കത്തി കൊണ്ട് ചരിച്ചാണ് വെട്ടുന്നത്. എങ്കിലേ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളുടെ അടുത്ത സെൻറ്ററിലെ പൂവിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വെട്ടിയതായ ഒരു അച്ചാണിത്. ഇതുകൊണ്ട് ഒരു 3 പൂവ് ഈ പൂവിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഒരു പൂമ്പൊടിയുടെ ഭാഗമുണ്ട്. അതിന് എൻ്റെ ഇങ്ങനെ നമുക്ക് ആ പൂമ്പൊടിയുടെ ഭാഗത്തെ ചെയ്യാം. ഇനി നമുക്ക് അപ്പോൾ ഈ 3 പൂക്കളുടെ ഇടയിലായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു 3 ഇലകൾ കൂടെ വെച്ച് നമുക്ക് ഈ തലയുടെ കവറിലെ ഡിസൈൻ നമുക്ക് പൂർത്തീകരിക്കും. അതിനായിട്ട് നമുക്ക് ഇല വെട്ടണം. ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പൊട്ടറ്റയുടെ മുമ്പ് എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇതിന് എളുപ്പത്തിലൊരു മാർഗം ചെയ്യും. എളുപ്പത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമണ്ട് പോലെ ഇതിനെയാണ്. ഡയമണ്ട് അറിയാമല്ലോ, അതായത് ഇങ്ങനെ ചരിച്ച് വെട്ടുന്നു, ഇവിടുന്നും ഇങ്ങനെ ചരിച്ച് വെട്ടിക്കളയുന്നു. അപ്പോൾ ഇതാണ് ഒരു ഡയമണ്ട് ഷേപ്പ്. ഈ ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അതായത് വിവിധ നിലകളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഡയമണ്ട് ചെയ്യും. എന്നിട്ട് ഇത് ഡയമണ്ട് സെൻറ്റർ ഇലയുടെ നടുക്കത്തെ ഭാഗം കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ കത്തി കൊണ്ട് ശ്രദ്ധയോടെ
അതിൻ്റെ നടുക്കത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ പിന്നെ അതിന് കൊച്ച് ഇലയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, അതിൻ്റെ നാരുകൾ പോലെ ഇലകൾക്ക് ഒരു ശിരാവിന്യാസം എന്നൊക്കെ നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അപ്പോൾ ഏകദേശം ഒരു ഇലയുടെ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇലയുടെ രൂപം അതുപോലെ തന്നെ പച്ചക്കളർ ഉപയോഗിച്ച് നമുക്ക് ആ ഇലയുടെ രൂപം ഉണ്ടോ ആദ്യത്തെ ഇല. ഇപ്പോഴ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇത്രയും ഒരു പ്രിന്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ച അച്ചുകളെന്ന് പറയുന്നത് ഒന്ന് പപ്പായ, പിന്നീട് ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ ഇല ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെടുത്തത് ക്യാരറ്റാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത്. ഇത് ക്യാരറ്റിന് പകരം ബീറ്റ്റൂട്ട് ഉപയോഗിക്കാം. ഈ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഓരോ കാര്യം ശ്രദ്ധിക്കണം, ഉരുളക്കിഴങ്ങ് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് എടുക്കാം. ബീറ്റ്റൂട്ട് എടുത്താൽ ഇത്രയും തെന്നൽ കുറഞ്ഞിരിക്കും. ഇങ്ങനെയുള്ളതായ വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് വളരെ സുന്ദരമായ ചിത്രങ്ങൾ നമുക്ക് തുണിയിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സാരിക്ക് ബോർഡർ ചെയ്യാം, സാരിയുടെ മുന്താണിയിൽ ചെയ്യാം. അങ്ങനെ വിവിധമായ നിലകളിൽ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്നതായ ചിത്രങ്ങൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഉപയോഗിക്കാം. വളരെ കുറച്ചതായി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചുവപ്പ്, മഞ്ഞ, പച്ച ഈ 3 പെയിൻറ്റുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഇനി കളർ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ആ നിലയിലൊക്കെ വളരെ ഉപയോഗപരം. അതിൻ്റെ പ്രാഥമികമായ ഒരു കാര്യമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇതുപയോഗിച്ച് നിങ്ങളുടെ സർഗപരമായ വാസനകൾ ഡെവലപ്പ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കിത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ബെഡ്ഷീറ്റുകൾ ചെയ്യാം, ബെഡ്ഷീറ്റും പില്ലോ കവറും ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളുണ്ട്. അതുപോലെ തന്നെ പ്ലെയിൻ സാരികളെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി റോസപ്പൂവോ എന്ത് വേണ്ട ഏത് വേണം ആ രീതിയിൽ ഡിസൈൻസ് ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഈ ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നീളത്തിൽ കീറിയാൽ, ഇപ്പോൾ സാരിക്കൊക്കെ ബോർഡർ കൊടുക്കണമെങ്കിൽ ഒരുപാട് നീളത്തിൽ വേണം. അപ്പം ഒരു വലിയ ക്യാരറ്റ് എടുത്താൽ അതിനകത്ത് നീളത്തിൽ കീറിയിൽ ഈ കട്ടയായിട്ടുള്ള ഡിസൈൻസൊക്കെ നമുക്ക് വെട്ടി എടുക്കാം. അങ്ങനെ ഒരു വളരെ വളരെ എളുപ്പമായ രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഇന്ന് ചെയ്യുന്ന ഡിസൈൻ നാളെ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ സർഗപരമായ വാസന ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് വളരെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു, നിങ്ങൾക്ക് ഉപകാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഇങ്ങനെ ഈ ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോഗിച്ച് നോക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലുള്ള വെള്ള പേപ്പറിൽ A4 പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്ത് അതിന് നിങ്ങൾക്ക് ഡിസൈൻസ് വെട്ടാനും ഒക്കെ മനസ്സിലായതിന് ശേഷം നിങ്ങൾ തുണിയിലേക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്നും മറക്കാത്ത
അനുഭവങ്ങളായി ഇന്നത്തെ ക്ലാസ് തീരട്ടെ. ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളെ നേരിൽ വന്ന് കാണുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു തൂവാലയിൽ നല്ലൊരു ഡിസൈൻ ചെയ്ത് നിങ്ങളെനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എൻ്റെ ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചു.